ഇന്ന് എൻ്റെ വണ്ടീൻ്റെ ഫസ്റ്റ് സർവീസാണ്. തലശ്ശേരി കെപി മോട്ടോഴ്സ് എന്നാണ് കേട്ടോ ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. തലശ്ശേരിയും കണ്ണൂരും ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ നമ്മളെ വെസ്പൻ്റെ ഷോറൂം ഇവിടെ എൻ്റെ നാട്ടിലുള്ളൂ. ഞങ്ങളുടെ അടുത്തൊരു സ്ഥലത്തുമില്ല. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ 40 കിലോമീറ്ററോളം ഓടിയിട്ടാണ് കേട്ടോ സർവീസ് ചെയ്യണമെങ്കിൽ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും അങ്ങോട്ടേക്ക് തന്നെ പോകണം, വേറെ ഒരു രക്ഷയില്ല. പിന്നെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് അത് അത്ര വലിയ വിഷയമായിട്ടും തോന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചതായിരുന്നു ഓണത്തിന് 2 ദിവസം മുന്നേ വരാം, ആ റഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പോയി വണ്ടിയൊക്കെ കൊടുത്ത് അവർ ഏകദേശം ഒരു ടൈമൊക്കെ പറഞ്ഞു. സോ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ലൈറ്റായിട്ട് എന്തെങ്കിലും കുടിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ടൈമും ചെറിയൊരു സ്നാക്സും കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ പോയിട്ട് വണ്ടി വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ കുളിച്ച് സുന്ദരക്കെട്ടപ്പനെ എൻ്റെ വെസ്പെൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തു. അതിനുശേഷം ഓക്കെ ഞങ്ങൾക്ക് പിന്നെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സാധാ ഒരു മീൽസ് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് മിനി സദ്യ. ഓക്കെ അങ്ങനെ ഞങ്ങൾ നോൺ വെജും കാര്യങ്ങളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല, ഞാനൊരു ഓംലെറ്റ് മാത്രം മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അവിടുത്തെ പായസം ഒരു കിഡ്ലൻ പായസമായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ കുന്തളിപ്പ് ഒരു സിനിമക്ക് കയറാം. അങ്ങനെ ലിബർട്ടിയിൽ ഞങ്ങൾ നിവിൻ പോളിയുടെ ഫിലിം കാണാൻ കയറി. അടിപൊളി ഫിലിമാണ് കേട്ടോ, മസ്റ്റ് വാച്ച് ആണ്. കാണാത്തവരൊന്നും പോയിട്ട് കണ്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 5:30 മണിയൊക്കെ ആയി ഇറങ്ങിയപ്പം 5:30 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് കേട്ടോ റോഡിൽ മുഴുവൻ ബ്ലോക്ക് ആയത്. കാരണം അന്നത്തെ ദിവസമായിരുന്നു എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും ഓഫീസുകളിലും ഓണ പ്രോഗ്രാം. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഞങ്ങൾ എവിടെ ഇറങ്ങിയാലും അന്നത്തെ ദിവസം അങ്ങനെ ആയിരിക്കും. പിന്നെ നല്ല പീസ്ഫുൾ ആയിട്ടൊരു അന്തരീക്ഷം കിട്ടിയപ്പോൾ ഓക്കെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ലൊരു കിള്ളൻ സ്ട്രോങ് ചായയും ഒരു ലൈറ്റ് ആയിട്ടുള്ള സ്നാക്സും 2 ഷവർമയും പാഴ്സൽ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോയി.